അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി 2 റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. ഇതിൽ കുറച്ച് ടിപ്സുകളുണ്ട് കേട്ടോ. ഗ്യാസ് ലാഭിക്കാനുള്ള ടിപ്സും അങ്ങനെ നമ്മൾ പണി എളുപ്പമാക്കാനുള്ളതും സമയം ലാഭിക്കാനും പൈസ ലാഭിക്കാനൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുണ്ട്. വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ചക്ക എനിക്ക് എൻ്റെ അനുജത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ചക്ക മുറിക്കുമ്പോൾ നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ ഒരു കവറോ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് മുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ വിളഞ്ഞൊന്നും നിലത്ത് ആവില്ല. അതിൻ്റെ വേസ്റ്റൊക്കെ നിലത്താണ്. നമുക്ക് അത് നേരാക്കലായിട്ട് അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി ചെയ്യാത്തവരാണെങ്കിൽ നിലത്തും വെച്ചിട്ടുണ്ട് വരുന്നേരം മുറത്തിലൊക്കെ വെച്ചിട്ട് വെറുതെ വെച്ചിട്ട് കാട്ടുമ്പോൾ അതിൻ്റെ വിളഞ്ഞും അതിൻ്റെ വേസ്റ്റൊക്കെ ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ് ഒരുപാട് നേരം നിന്ന് നേരാക്കാൻ. അപ്പോൾ ഞാനിതാ ചക്ക മുറിച്ച് 2 സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഒരു 1/4 കപ്പ് പരിപ്പെടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് കുറച്ച് അന്ന് ഒരു ചക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ലേ, ഒരു ഉളച്ചക്ക കിട്ടിയത് പഴഞ്ചക്ക. അപ്പോൾ അതിൽ ഒക്കെ കുരുവൊക്കെ നെങ്ങി പോന്നു കേട്ടോ. അത് നെങ്ങാത്ത ഒരു 2, 3, 4 കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ഇട്ടിട്ടുണ്ടാ. അതിന് നല്ലപോലെ ഒന്ന് മേലത്തെ തോല് മാത്രം കളഞ്ഞിട്ട് അതും അതിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കറി വെക്കാൻ ഈ ചക്ക ഇങ്ങനെ തന്നെ മുറിക്കണം കേട്ടോ. ചെറുതാക്കി മുറിക്കരുത്, ഇതേപോലെ തന്നെ മുറിക്കണം കേട്ടോ. ഇതിൽ കുറച്ചും കൂടി വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. മുളക് ഒരുപാട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇട്ടോളൂ. ഞങ്ങൾക്ക് ഒരുപാട് എരിവ് വേണ്ട കേട്ടോ. ഞാൻ പരിപ്പ് കറിയിൽ അങ്ങനെ മുളക് ഒരുപാട് ഇടലില്ല. പിന്നെ ഞാൻ അതിലേക്ക് ഒരു വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, 2 തക്കാളി ഇട്ടിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ് കേട്ടോ. അതുപോലെ വലിയ ഉള്ളി ചെറുതാക്കി മുറിക്കണില്ല കേട്ടോ. ഒരു 6 കഷ്ണാക്കിയിട്ടാണ് ഞാൻ മുറിക്കുന്നത്. അങ്ങനെ ഇട്ടിട്ടാ. പിന്നെ നമ്മളിതാ ഗ്യാസ് ലാഭിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വെക്കൽ. സമയം വഴുകുകയോ കൂടുതൽ ഓരോന്ന് ഉണ്ടാക്കണമെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലും കൊണ്ട് ഒരു പ്രാവശ്യം തന്നെ കുക്കർ മെനക്കിറക്കിയാൽ മതി. ഒരു വിസിലും കൊണ്ട് കാര്യം റെഡിയാവും. എല്ലാതും വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അതിന് ശേഷം ഞാനതാ മറ്റേ ഇതെങ്ങനെ മുറിച്ച ചക്കനെ ആദ്യം കുക്കറിലൊരു പരിപ്പ് ഇട്ടതിന് ശേഷം ഒരു പാത്രത്തിൽ മുരിങ്ങക്കായ് വെച്ചു. മുരിങ്ങക്കായ് വെച്ചതിന് ശേഷം പിന്നെ ഞാനിതാ ചക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കറിക്കുള്ളതും എല്ലാത്തിനും പാടുള്ളതും ഒറ്റ വിസിലും കൊണ്ട് റെഡിയായി കിട്ടും. പിന്നെ ഞാനിത് ചക്കക്കുരിഞ്ഞ് വെന്തില്ലെങ്കിൽ വേകേണ്ടി വരുമല്ലോ കൊണ്ട് 2 വിസിലടിപ്പിച്ചിട്ടോ. 2 വിസിലടിക്കണ്ട, ചക്കക്കുരൊക്കെ വേകും ചെയ്ത്. ഇതൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടോ. മുരിങ്ങക്കായ് ഒന്ന് വെന്തുടഞ്ഞു. ഞാൻ അതിൻ്റെ മുമ്പിൽ അങ്ങനെ ചെയ്തപ്പോൾ ഒറ്റ വിസിലടിച്ചുള്ളൂ. മുരിങ്ങക്കായ് വെന്തൊന്നുമില്ല കേട്ടോ. പാകം പോലെ വെന്തുള്ളൂ. ഇതിപ്പോൾ 2 വിസിലടിച്ച കാരണം മുരിങ്ങക്കായ് നല്ല പോലെ വെന്തു. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും ലാഭിക്കാം. 10 മിനിറ്റ് കൊണ്ട് എല്ലാ സാധനം വെന്തും കിട്ടും. ഉപ്പേരി വെക്കേണ്ടതാണെങ്കിലും ഇങ്ങനെ എല്ലാം ചെയ്യാം കേട്ടോ. ഏതാണെങ്കിലും ഇതുപോലെ ചെയ്യാം. ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കിട്ടോ. 2, 3 പ്രാവശ്യമായിട്ട് കുക്കറിൽ വേവിക്കണ സമയം ഉണ്ടെങ്കിൽ എല്ലാം പാടെ ഒറ്റ പ്രാവശ്യം വേവിക്കുകയും ചെയ്യാം. നമുക്ക് സമയവും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. പിന്നെ അത് ഈ പരിപ്പ് ഉടയ്ക്കണ്ട കേട്ടോ. പരിപ്പ് ഇങ്ങനെ വെന്താൽ മതി. അതുകൊണ്ടാണ് ഒരു വിസിലടിച്ചാൽ മതി എന്ന് പറഞ്ഞേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ തന്നെ അമർത്തിയ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴേക്കപ്പോഴേ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച എല്ലാം പാടെ ഒരു മൺചട്ടിയിലേക്ക് ഞാൻ കൊട്ടിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു നെല്ലിക്കൻ്റെ വലിപ്പം കൂടിയില്ല കേട്ടോ. ചെറിയൊരു തുണ്ട് പൊടിയെടുത്ത് നല്ലപോലെ ഒന്ന് കുതിർത്തിയിട്ട് മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വെക്കുന്നത് ഇടിച്ചക്കയും കൊണ്ട് പുളിങ്കറിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കഷ്ണം വേണമെങ്കിലും ഇടാം കേട്ടോ. അത് ഇനിയിപ്പോൾ ഞാനത് മുരിങ്ങക്കായും കൊട്ടിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ് വെന്ത കാരണം കൊണ്ട് തേങ്ങ ഒഴിച്ചിട്ട് കൊട്ടിയാലും മതി. ഞാൻ പക്ഷേ മുരിങ്ങക്കായ നല്ലപോലെ വേകണം ഇതിനൊക്കെ. ഇത് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന അവർ ഇങ്ങനെ കറി വെച്ചപ്പോൾ തന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുറി തേങ്ങയും അതിൽ ചെറിയ ഉള്ളി അരച്ചിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അരച്ചതിന് ശേഷം ഒഴിച്ച് പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടി ഒഴിച്ച്. ഇത് പിന്നെ ഒരുപാട് വെള്ളം പോലെയല്ല നമ്മൾ വെക്കണത് കേട്ടോ. ഒരു പ്രാവശ്യം അവർ എന്താ കറി കൂട്ടാന്ന് വെച്ചാൽ അവർ ഇറച്ചി മീനൊന്നും അങ്ങനെ വെക്കില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറച്ചി മീൻ വെച്ചാൽ കൊടുക്കും. അവർ പ്രത്യേകിച്ചിട്ട് എന്താ വെക്കുമ്പോൾ എനിക്ക് തരും കേട്ടോ.
അപ്പോൾ എന്താ കറി ചോദിച്ചപ്പോൾ പുളിങ്കറിയാണ് ഇടിച്ചക്കയും കൊണ്ടുപോകണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചപ്പോൾ അത് കഴിച്ച് നോക്കുകൊണ്ട് എനിക്ക് കൊടുക്കണം. എനിക്ക് നന്നായി പറ്റിയിട്ടോ. അന്നും പോലെ ഞാൻ വിചാരിക്കണമെന്ന് വെക്കണമെന്ന്, പക്ഷേ എനിക്ക് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കിട്ടിയപ്പോഴാണ് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്തു. പിന്നെ ഞാനിത് കടുക് ഇട്ടിട്ട് തൂമിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് തൂമിച്ച് കറിവേപ്പില ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് കറിവേപ്പില ഇടാണ്ടിരുന്നത്. നിങ്ങൾ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് തൂമിച്ചോളൂ കേട്ടോ. ഞാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി, ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ അത് രാത്രിക്കലത്തെ വീഡിയോ കണ്ടിട്ടത് വൈകുന്നേരത്താണ് കറി വയ്ക്കുന്നത്. രാത്രിക്ക് ഉച്ചയ്ക്ക് എന്താ വെച്ചത് എനിക്ക് ഓർമ്മയില്ല. ഉച്ചയ്ക്കൊരു മുട്ടയാണ് വെച്ചത് കേട്ടോ. അത് ഉച്ചയ്ക്ക് തന്നെ കഴിഞ്ഞ്. പിന്നെ രാത്രിക്കലേക്കാണ് ഇത് പരിപ്പും ഇടിച്ചക്കയും പുളിങ്കറി വെച്ചത്. പിന്നെ ചിക്കൻ പൊരിച്ച്, ചിക്കന് പിന്നെ ഇഞ്ചി മസാലയൊക്കെ തേച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും തേച്ച് ഉപ്പും തേച്ചിട്ട് അങ്ങനെ വെറുതെ പൊരിച്ചാണ് കേട്ടോ. പിന്നെ നമ്മളിത് വേവിച്ച് വെച്ച അടുത്ത ഐറ്റമാണിത്. ഇത് നല്ല പോലെ ഒന്നുമില്ല, നിങ്ങൾ ഇടികല്ലായിട്ട് ഇടിച്ചെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനെ കൈയായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി. ഇതിൻ്റെ അമ്മാൻ്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മ ഇല്ല. എനിക്ക് എപ്പോൾ ഇടിച്ചൊക്കെ കിട്ടുകയാണെങ്കിലും എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യണ്ടാക്കുക കേട്ടോ. അപ്പോൾ എനിക്കത് ഓർമ്മ വരും. ഇനി നമുക്കിത് നല്ലപോലെ കൈയും കൊണ്ട് പൊടിച്ചെടുക്കാം കേട്ടോ, ഫുള്ളായിട്ട്. ഇത് നല്ലപോലെ വെന്ത കാരണം കൊണ്ടാണ് ഞാൻ കൈയും കൊണ്ട് പൊടിക്കുന്നത്. ഇല്ല, നിങ്ങൾ ആവി കയറ്റിയിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിലൊക്കെ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് എടുക്കുമല്ലോ, അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇടികല്ലും കൊണ്ട് ഇടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ മൂക്കൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാൽ, ഞാനിത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് അത് 1 ടീസ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിൽ കൂടിയാലും കുഴപ്പമില്ല, കുറയരുത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ചക്കയ്ക്ക് അനുസരിച്ചിട്ട് കേട്ടോ. എനിക്ക് കുറച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു 5-8 എന്താ പറയുക അതിന്, വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇടണം. ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ. അതൊക്കെ അരിഞ്ഞതല്ല, ചതച്ചതാണ്. ചതച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പച്ചമുളക് പോകുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് 2 മുളകും അതും ചതച്ചതാണ് കേട്ടോ. 3 മുളക് എടുത്തിട്ട് കൊത്തി ചതച്ചതാണ്. അത് ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. വഴറ്റിയതിന് ശേഷം പിന്നെ അത് നമ്മൾ പൊടിച്ച് വെച്ച ചക്കയിലേക്ക് ഇടുക കേട്ടോ. ഇത് എൻ്റെ അമ്മേൻ്റെ ഇഷ്ടപ്പെട്ട പൊടിത്തൂവലാണ് കേട്ടോ. ചക്കയും കൂടെ പൊടിത്തൂവൽ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ ചക്ക വേവിക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കുക കേട്ടോ. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ഇന്നുണ്ടാക്കിയ 2 വിഭവവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ ടിപ്സുകളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയിൽ താഴെ കമൻറ്റിൽ ഒന്ന് അറിയിപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഫീൽഡിലൊക്കെ നിന്ന് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പോലുള്ള ചെറിയ യൂട്യൂബർമാരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്നെ പോലുള്ള ചെറിയ ചാനലിനൊക്കെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നതും. പിന്നെ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും, ബായ്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. അന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞാൻ ഇതാണ് കഴിച്ചേട്ടോ. പിന്നെ ഈ തൈറോയിഡിൻ്റെ ഒക്കെ ഉള്ള കാരണം കൊണ്ട് മറവിയും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. നമ്മൾ എന്ത് വിചാരിച്ച് വെച്ചാലും സാധനങ്ങളൊക്കെ ഒപ്പം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ മറക്കും. എന്താണ് ചെയ്യണമെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എത്തണവരെ എത്തട്ടെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക, ദുആയിൽ ഉൾപ്പെടുത്തുക.